story growing up, that one day I'll just find someone, a match made in heaven, it'll be perfect. I put my exes up on pedestals just to have my expectations knock them off. It took me falling for you to finally learn that soulmates aren't found there. Mate, yeah, we choose each other every day. Even when we bend, we know we won't break. We just bounce back better, cause soulmates aren't found there. Forged in the same fire, work at it even when we get tired. Making upside downs, doing all that it takes, cause soulmates aren't found there. Mate, and we ain't written in the stars, and there's no magic fix for when we're fighting in the car. And we're both right, so we're both wrong. Yeah, we slam doors cause we're headstrong. So we stay up till 2 a.m. until we simmer down. Go back and forth until we find some common ground. Kissing you, know it's true, we'll always work it out, cause soulmates aren't found there. Mate, yeah, we choose each other every day. Even when we bend, we know we won't break. We just bounce back better, cause soulmates aren't found there. Forged in the same fire, work at it even when we get tired. Making upside downs, doing all that it takes, cause soulmates aren't found there. Single moment with you I'd trade, and I just kinda wanna say thanks for showing me that soulmates aren't found there. Yeah, we choose each other every day. Even when we bend, we know we won't break. We just bounce back better, cause soulmates aren't found there. Forged in the same fire, work at it even when we get tired. Making upside downs, doing all that it takes, cause soulmates aren't found there. Made. Soulmates aren't found. സ്വോത്രം ചെയ്യാം. സ്വോത്രം ദൈവാലോചന വരികയും പ്രവർത്തി ശക്തിയോടെ ദൈവമായിരിക്കുന്നതിനായി സ്വോത്രം ചെയ്യാം. ദൈവത്തിന്റെ മക്കളെ യാത്രയെല്ലാം കൂടി ഇരുന്ന് സൗഖ്യത്തോടെ കൊണ്ടുവന്നതിനായി സ്വോത്രം ചെയ്യാം. ദൈവാശ്വാസ രണ്ട് കർത്താവ് ആരോഗ്യിക്കുവാനും കാലം ഉറപ്പിക്കുവാനും കർത്താവ് നമുക്ക് ദുർവചനായ സ്വോത്രം ചെയ്യാം. ദൈവങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നതിനായ സ്വോത്രം ചെയ്യാം. പോകുന്ന വഴികളിൽ വാഹനങ്ങൾക്ക് കുട്ടികളായ സ്വോത്രം ചെയ്യാം.
ജനാധിപത്യത്തിനായ സ്വാതന്ത്ര്യം ചെയ്യാം. കർത്താവ് ഇരുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യവനായി നിയമിച്ചിരിക്കുന്ന പദവിനെയും അവരുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം എൻഗേജ്മെൻറ്റെല്ലാം ചെയ്യുന്നതിൻ്റെ ഭാരമേറ്റ് അനുഗ്രഹിക്കുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം പണിയുടെ വാഹനങ്ങളൊക്കെ അധികം സൂക്ഷിക്കുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം എല്ലാത്തിനും ചെയ്ത് നാമം മഹത്വപ്പെടുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. അശ്വര്യമായ വിവാഹം ഉറപ്പ് വിവാഹങ്ങൾ നടക്കുമ്പോൾ ആത്മീയമായ വിവാഹത്തിൽ നിന്ന് നടക്കാൻ പോകുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. ആ നാളിലായ യേശുവിൻ്റെ മണവാട്ടിയായി ചെയ്യുവാൻ പുറപ്പെട്ട എല്ലാവർക്കും ദൈവം സഹായിക്കുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം. വൈകുന്നേരം പ്രവർത്തി ശക്തിയോടെ ദൈവമായിരിക്കുന്നതിനായ സ്വാതന്ത്ര്യം വിവാഹം ആവശ്യമാണെന്ന് കണ്ട് കർത്താവ് ആലോചിക്കുവാനും അതിൻ്റെ കാലം കർത്താവെ ഉറപ്പിക്കുവാനായിട്ട് ഞങ്ങൾ കടന്നു പോകുന്നു. കർത്താവിനെ നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കി വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബാല്യമുതൽ ആശ്രയമായ കർത്താവ് കൂടി എന്നതിനായ സ്വാതന്ത്ര്യം എൻ്റെ മകനായി ജനിച്ചിരിക്കുന്ന വധുവിനെ അവരുടെ ഭവനത്തെ അനുഗ്രഹിക്കണം. ദൈവം ഈ വാങ്ങ ഉറപ്പുവരുന്നതിൻ്റെ പാടുന്നേറ്റ് അനുഗ്രഹിക്കണം. കടന്നു വരേണ്ടതെല്ലാം കഷ്ടസമയത്തെയും കൊണ്ടുവരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അക്ഷരീയമായ ഉറപ്പ് വിവാഹത്തിലൂടെ നടക്കുമ്പോൾ ആത്മീയമായ വിവാഹത്തിലൂടെ നടക്കാൻ പോകുന്നതിനായ സ്വാതന്ത്ര്യം ആത്മപരവാനായ യേശുവിനെ എതിരേൽക്കാൻ കർത്താവെ മറാഠിയായി ചെയ്യുവാൻ ജീവിതത്തിൻ്റെ കൃപ എല്ലാവരും വരുന്നതിന് പകരമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കടന്നു പോകുന്ന വഴികളിലും വാഹനം സൂക്ഷിക്കണം. ആർക്കൊരു ദോഷം തട്ടാകുമെന്ന് നീ പരിപാലിക്കണമേ. എല്ലാം നന്നായി ചെയ്യണമേ. നാമത്തെ മഹത്വപ്പെടും. യേശു പ്രതാപത്തിൻ്റെ അനുഗ്രഹമായിട്ട് സഹായിക്കണമേ. സിയോണിനെ അനുഗ്രഹിക്കുന്നതായ പ്രകാരം കർത്താവെ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ അവരുടെ നാമത്തിൽ കർത്താവെ സിയോണിൽ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ സാധ്യതയുള്ളൂ. യേശുവിനുള്ള നാമത്തിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സകലവും ചെയ്യുന്ന സമാധാനങ്ങളെല്ലാം കൂടി പൂർണ്ണമായ വാഹനത്തിനോട് I waited with hope, I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. Holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Journeyed alone, now we walk side by side, two hearts as one, with Jesus our guide. The past is behind, the future is bright. His grace wrote our story, His love is our light. God's perfect time, He brought you to me. Not a second too. നിനക്കെന്നും വന്ദനം യേശുപരാ, വന്ദനം യേശുപരാ. നിനക്കെന്നും വന്ദനം യേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവാൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവാൻ.
ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. തന്ന നിന്നുന്നതമാം കൃപയ്ക്കതി വന്ദനം ചെയ്തിടുന്നു. തന്ന നിന്നുന്നതമാം കൃപയ്ക്കതി വന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കരുളാൻ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കരുളാൻ. പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ. പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ അരുമരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അതാത് സമയങ്ങളിൽ എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യേ കടന്നു വരാം എന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യ ഉള്ളതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് ആലോചനയിൽ വലിയവനായ ദൈവം, പ്രവൃത്തിയിൽ ശക്തിമാനായ കർത്താവ്, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു തരണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ലോകത്തിലെ ആവശ്യമായ വിദ്യാഭ്യാസം ജോലിയൊക്കെ നൽകി ഇത്രത്തോളം നീ അവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഇരുഭാഗത്തുള്ളവരുടെ യാത്രകളിൽ ദൈവം കൂടെ തക്ക സമയത്ത് കൊണ്ടുവന്നു. ചെങ്ങന്നൂരെന്നും പ്രിയപ്പെട്ടവരെ ദൈവം തക്ക സമയത്ത് കൊണ്ടുവന്നല്ലോ. ദൈവങ്ങളുടെ യാത്രയിൽ കൂടെ ഇരുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ബന്ധുമിത്രാദികളായി ചാർച്ചക്കാരായി ആ സ്നേഹിതരായി കടന്നു വന്ന് ക്ഷണിക്കപ്പെട്ടു കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. നാം ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനപ്പുറമായൊരു നിത്യതയെക്കുറിച്ചുകൂടെ ഓർക്കുവാൻ, അതിനുവേണ്ടി കൂടെ ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല പിതാവേ, നല്ല സമയത്തിനായി ഇങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല സമയത്ത് ഇവിടെ കടന്നു വരുവാൻ കൊണ്ട് അവിടുന്ന് കൃപ ചെയ്തതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയ സഹോദരൻ ജോയലിൻ്റെ ജീവിതത്തിലും പ്രിയ മകൾ ബെനീറ്റയുടെ ജീവിതത്തിലും ഇതുവരെ ചെയ്തതായ എല്ലാ നന്മകൾക്കായി ഇങ്ങേ സ്തുതിക്കുന്നു. അവർക്ക് വേണ്ടുന്നതായ എല്ലാ നന്മകളും ഇതുവരെയും നൽകിക്കൊടുത്തു. അവരുടെ ശൈശവം, ബാല്യം ഇവയിലെല്ലാം ദൈവത്തിൻ്റെ കരം കൂടിയിരുന്ന തക്ക സമയത്ത് കർത്താവെ ഏറ്റതായ നിലയിൽ കർത്താവെ സ്തോത്രം. ബന്ധപ്പെട്ടവരുടെ ആലോചന പ്രകാരം കാര്യങ്ങളെല്ലാം ഏകദേശം ധാരണയിലേക്ക് എത്തുവാൻ തക്കവണ്ണം കൃപ ചെയ്തു. ഇന്നേ ദിവസം പ്രിയ സഹോദരങ്ങളുടെ വിവാഹം
നിശ്ചയിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ സന്നിധി ഞങ്ങൾ ശരണപ്പെട്ട് വന്നിരിക്കുന്നു. വിശുദ്ധന്മാരാൽ ഈ ശുശ്രൂഷകൾ നന്നായി നടത്തപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. തുടർന്നും ദൈവ സാന്നിധ്യത്തിൽ മറച്ചുകൊള്ളണമേ. എല്ലാറ്റിലും അങ്ങയുടെ കരം കാണുവാനും തുടർന്നുള്ള ജീവിതത്തിലും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും അവിടുന്ന് സഹായിക്കും. ബലവും മഹത്വവും അങ്ങയ്ക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം. പെട്ടവർ സ്റ്റേജിലേക്ക് വന്ന് പറയാവുന്നതാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരവസരം ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. സ്റ്റേജിലായിരിക്കുന്ന ആദരണീയരും വിശുദ്ധന്മാരുമായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ഈ സദസ്സിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നമ്മൾ ഒത്തു ചേർന്നതിൻ്റെ ഉദ്ദേശമാണ്, പർപ്പസാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അടുതല പ്രൈസ് വില്ലയിൽ കൊല്ലം ജില്ല മിസ്റ്റർ ബാബു ജോർജിൻ്റെയും മിസ്സസ് ലീലാമ ബാബുവിൻ്റെയും മകൾ ബെനിറ്റ ബാബുവിൻ്റെയും എബനേസർ വില്ല പാണ്ടനാട് പി.ഒ. ചെങ്ങന്നൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ലേറ്റ് മിസ്റ്റർ ജേക്കബ് തോമസിൻ്റെയും മിസ്സസ് ജെയിൻ ജേക്കബ് തോമസിൻ്റെയും ഇളയ മകൻ മിസ്റ്റർ ജോയൽ ജേക്കബ് തോമസ്, സെറ്റിൽഡ് അറ്റ് USA ടെക്സസ്, തമ്മിൽ ഇരു കൂട്ടരും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഫർദർ പ്രോഗ്രാം, വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിക്കുവാനായിട്ടാണ് എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകും. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് വന്നവർക്ക് നിയുക്ത വധുവിനെ കാണണമെന്ന് താല്പര്യം കാണുമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. അതുപോലെ ഇവിടെ ഉള്ളവർക്കും വരനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് താല്പര്യം കാണുമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്താമോ? ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാം. പലരും കൈ ഉയർത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിയുക്ത വധു സ്റ്റേജിലേക്ക് മാതാപിതാക്കളുമായിട്ട് കടന്നു വരാം. നിയുക്ത വധു ബെനീറ്റ ബാബു മാതാപിതാക്കളുടെ മധ്യത്തിലായി നിൽക്കുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ പോയിരിക്കാം. നിയുക്ത വരൻ മാതാപിതാക്കളുമായിട്ട് സ്റ്റേജിലേക്ക് വരാം. നിയുക്ത വരൻ ജോയൽ ജേക്കബ് ഇപ്പോൾ സ്റ്റേജിൽ മാതാവുമായിട്ട് നിൽക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. വിവാഹം എന്ന്, എപ്പോൾ, എവിടെ വെച്ച് നടത്തണം എന്നുള്ളത് വരൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോൾ അറിയിക്കേണ്ടതാണ്. എങ്ങനെ ധാരണയിലായിരിക്കുന്നു എന്നുള്ള വിഷയം ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ സ്റ്റേജിലേക്ക് വന്ന് അറിയിക്കാം. വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച 18-ാം തീയതി രാവിലെ പാണ്ടനാട് TPM ഫെയ്ത്ത് തമ്മിൽ വെച്ചായിരിക്കും. ഇപ്പോൾ ഈ വിവാഹം അങ്ങനെ 2026 വർഷം മെയ് മാസം 18-ാം തീയതി രാവിലെ 10:30 മണിക്ക് പാണ്ടനാട് ദി പെന്തക്കോസ്ത് മിഷൻ സഭാ ഹാളിൽ വെച്ച് നടത്തുന്നതിന് ഇരുസഭയും വേണ്ടപ്പെട്ടവരും കൂടിച്ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വിവാഹ നിശ്ചയരേഖ കൈമാറുന്നതിനായിട്ട് ഒരു നിശ്ചയരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് വായിക്കുന്നു. ഏതെങ്കിലും ഭേദഗതികൾ വരുത്തുവാനുണ്ടെങ്കിൽ അതിനുശേഷം ഭേദഗതി വരുത്തിയതിനു ശേഷം നിയുക്ത വധൂവരന്മാർ, രക്ഷകർത്താവ് ഇരുഭാഗത്തു നിന്നും സാക്ഷികളായിട്ട് ഓരോരുത്തർ സൈൻ ചെയ്തതിനു ശേഷം കുറേ കൈമാറുന്നതായിരിക്കും. വിവാഹ നിശ്ചയ പത്രിക ദി പെന്തക്കോസ്ത് മിഷൻ പാണ്ടനാട് വിശ്വാസിയും ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ എബനേസർ വില്ലയിൽ ശ്രീമാൻ പരേതനായ ജേക്കബ് തോമസിൻ്റെയും ശ്രീമതി ജൈനമ്മ തോമസിൻ്റെയും മകൻ ജോയൽ ജേക്കബ് തോമസും ദി പെന്തക്കോസ്ത് മിഷൻ അടുതല വിശ്വാസിയും കൊല്ലം ജില്ലയിൽ
കൊല്ലം താലൂക്കിൽ പ്രൈസ് വില്ലയിൽ ശ്രീമാൻ ബാബു ജോർജിൻ്റെയും ശ്രീമതി ലീലാമ്മ ബാബുവിൻ്റെയും മകൾ ബെനിറ്റ ബാബുവും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2026 മെയ് മാസം 18 രാവിലെ 10:30 പാണ്ടനാട് ദിവന്തക്കോസ്ത് മിഷൻ ആരാധനാലയത്തിൽ വെച്ച് നടത്തുവാൻ ഇരുസഭയും വേണ്ടപ്പെട്ടവരും ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ചിരിക്കുന്നു. കൊടുക്കട്ടെ. തിരക്കുകളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഈ ഒരു അനുഭവത്തിന് വേണ്ടി ചിലപ്പോൾ എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നാം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനാണ് ബാക്കി എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും അതൊന്ന് കാണുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നാം വന്നിരിക്കും. എന്നാൽ ഈ ലോകത്തിൽ വെച്ചുള്ളതായ ഈ ജീവിതങ്ങളൊക്കെ അനുഗ്രഹമായി തീരേണ്ടതിന് സർവകൃപാലുമായ ദൈവത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താണുമകിയ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ഈ വിധമായ അനുഭവങ്ങളിൽ നമുക്ക് ഈ ലോകത്തിലൊരു ജീവിതം തരുമ്പോൾ ഈ ജീവിതത്തിൽ കൂടെ നേടിയെടുക്കേണ്ടത് മറ്റൊരു അനുഭവമുണ്ട്. ഒരു നല്ലൊരു ജീവിതം നാം കാഴ്ചവെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതിൻ പ്രകാരം ഈ ലോകത്തിൽ പരിശുദ്ധമായൊരു ജീവിതം ചെയ്തുകൊണ്ട് ജീവിതത്തിന് അപ്പുറമായ നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നത് ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. എന്നാൽ അപ്രകാരം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച് വേർതിരിച്ച കർത്താവ് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകുന്നു. ഈ ഭൂമിയിൽ വെച്ച് ജീവന് വേണ്ടിയതൊക്കെ നൽകുന്നതിന് പ്രകാരം ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു, തുടർന്ന് നല്ല ജോലിയിൽ പ്രവേശിക്കുന്നു, അതിന് പ്രകാരം ഒരു നല്ല ജീവിതം ചെയ്യുന്നു. എന്നാൽ ഈ ഒരു അനുഭവത്തിൽ ഭക്തിക്ക് വേണ്ടിയതും കൂടെ നമ്മുടെ കർത്താവ് ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരേ ദീർഘമായ സമയങ്ങളൊന്നും ഞാൻ എടുക്കത്തില്ല. ഏതാനും ചില മിനിറ്റുകൾ തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർപ്പിച്ചുകൊണ്ടും നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി എപ്രകാരം ഒരുക്കപ്പെടണമെന്നതിനെക്കുറിച്ച് ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് മുൻപിൽ ഏറ്റവും വിലപ്പെട്ടവരാണ്. കാരണം മനുഷ്യനെന്ന് പറയുമ്പോൾ മറ്റു സൃഷ്ടികളെപ്പോലെയല്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനത്തിൽ പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് സർവശക്തനായ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനിൽ ഊതി
അപ്രകാരം മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കും. മറ്റ് ലോകത്തിൽ കാണുന്ന ഈ ആകാശം, നക്ഷത്രഗോളങ്ങൾ, ഭൂമിയിലെ സമുദ്രം, ജീവജാലങ്ങൾ, ഇതെല്ലാം ദൈവം സ്നേഹിക്കുന്നതിനേക്കാൾ അവയ്ക്കും വേണ്ടിയതൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും, അവയൊക്കെ നിയന്ത്രിക്കുന്നു എങ്കിലും, അവയേക്കാൾ അധികമായി സ്നേഹിക്കുന്നതും ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. ചില മനുഷ്യരെക്കുറിച്ച് പറയുന്നു, 969 വർഷം വരെ ജീവിച്ചിരുന്നവരെക്കുറിച്ച് സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ 930 വർഷക്കാലം ജീവിച്ചിരുന്നു. അതിനുശേഷം പാപം മുഖാന്തരമായിട്ട് മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം കുറച്ച് നോഹയുടെ കാലമായപ്പോൾ ദൈവം പറയുന്നു, ഇനി മനുഷ്യൻ്റെ ആയുസ് 120 സംവത്സരമാകും. 969 നിന്നും 930 നിന്നൊക്കെ നേരെ 120 എന്നാൽ ഭക്തനായ മോശ തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യൻ്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന് ഞാനൊരടക്ക ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ചു. ഒരു പിതാവിന് 100 വയസ്സ് തികഞ്ഞതിൻ്റെ 2-ാമത്തെ ദിവസം പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. നല്ല വിശ്വാസത്തിന് വേണ്ടി നിന്ന് ദൈവിക ആരോഗ്യശാന്തിയിലൊക്കെ വിശ്വസിച്ച് ആ ഒരു അനുഭവത്തിൽ നിന്നൊരു പിതാവ് 100-ാമത്തെ വയസ്സിൽ നിത്യതയിൽ പ്രവേശിച്ചു. ഈ അല്പമായ ഒരായുസ്സിലാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, കർത്താവ് തൻ്റെ വീര്യത്താലും മഹത്വത്താലും നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ തരുന്നു. ജീവന് വേണ്ടിയത് നമുക്ക് തന്നില്ലേ? നമ്മുടെ ആവശ്യമായ ആഹാരം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു, ജോലി തന്നു, വാഹനങ്ങളൊക്കെ നമുക്ക് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രം. നിങ്ങൾ നല്ല വീടുകൾ പണിത് ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് ഒക്കെ നന്നായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളണം? ഇത് ദൈവത്തിൻ്റെ ദാനത്താൽ ലഭിച്ചു, ദൈവം കരുണയോടെ തന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്രകാരം പാലിച്ച് ജീവിക്കുന്നവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെടാതെ ജീവിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർ ലോകത്തിൻ്റെ ഒന്നും വേണ്ട, ലോകം വേണ്ട, ലോകത്തിൻ്റെ ഇൻപങ്ങൾ വേണ്ട എന്ന് പറയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞു, പിതാവേ, ഞാൻ ലോകത്തിലേക്ക് നീ എന്നെ അയച്ചു, ഞാൻ വന്നു, നീ എനിക്ക് നിൻ്റെ വചനം തന്നു, ഞാൻ ഇവർക്ക് ആ വചനം കൊടുത്തു. ആർക്ക് കൊടുത്തു? യേശുവിനെ പിൻപറ്റിയവർക്ക് ആ വചനം കൊടുത്തു. വചനം കൊടുത്തത് മുഖാന്തരം അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം അവിടെ യേശു പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് യേശു പറയുന്നത്, ഇവർ ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല എന്ന് പറഞ്ഞാൽ ഇവർ ലോകത്തിനുള്ളവരല്ല. ലോകത്തിൻ്റെതായ പാപങ്ങളോ ലോകത്തിൻ്റെ സ്നേഹങ്ങളോ ലോകത്തിൻ്റെതായ ആഡംബരങ്ങളോ ഒന്നും ഇവർക്കില്ല. എന്നാൽ ഇന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ വന്ന് കയറുന്നുണ്ട്. അതൊക്കെ കർത്താവ് ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ സ്നേഹങ്ങളും, പ്രത്യേകിച്ച് കല്യാണമൊക്കെ വരുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നു. പക്ഷേ അത്ര ഒത്തിരി അങ്ങോട്ട് പോകരുത് കേട്ടോ. ദൈവമക്കൾക്ക് അത്യാവശ്യം കർത്താവിൻ്റെ വരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ യേശു പറഞ്ഞതുപോലെ ജീവിക്കണം. യേശു പറഞ്ഞു, പിതാവേ, നിൻ്റെ വചനം ഞാനിവർക്ക് കൊടുത്തു, ഇവരിനി ലൗകികന്മാരല്ല, ഇവർ ലോകത്തിലാണ് ഇരിക്കുന്നത്. ആകയാൽ നിൻ്റെ നാമത്തിൽ ഇവരെ സൂക്ഷിക്കണം. ഏതുവരെ സൂക്ഷിക്കണം? ഒരു മനുഷ്യന് ദൈവായുസ് തന്നിരിക്കുന്ന അത്രയും കാലം. എനിക്ക് എത്ര ആയുസ് തന്നിരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ ഉരുവാക്കി അയച്ച സൃഷ്ടിച്ച കർത്താവിനെ അറിയാം. ദൈവം ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഞാനൊരു നല്ലൊരു ജീവിതം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ യേശു ഒരുക്കുന്ന രാജ്യത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയില്ല എങ്കിൽ ജീവിതം വളരെ നഷ്ടത്തിൽ ചെന്ന് ചേരുമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞത് ഇവർ ലൗകികന്മാരല്ല. ലൗകികന്മാരായിരുന്നെങ്കിൽ ലോകം അവരെ സ്നേഹിക്കുമായിരുന്നു. ഞങ്ങളോടൊക്കെ ചിലപ്പോഴൊക്കെ പറയും, ഈ ലോകത്തിൽ കുറച്ചൊക്കെ അനുഭവിക്കാതെ പിന്നെ നിങ്ങൾക്ക് എന്താ സന്തോഷം എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കെന്ന് സന്തോഷത്തിന് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുറവുമില്ല. ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ആരും സന്തോഷിക്കത്തില്ലായിരിക്കും. ഞങ്ങൾ ദൈവസന്നിധിയിൽ വചനങ്ങൾ വായിച്ച് പാട്ടുകൾ പാടി ഞങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടുകൂടെ ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ കൃപയാൽ ജീവിതത്തിൽ വിരസത തോന്നാതെ ജീവിപ്പാൻ കൃപയാൽ കർത്താവ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരായി നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനൊരു വാക്കുണ്ട്. ഈ ലോകത്തിൻ്റെ സ്നേഹം താൽക്കാലികമായ സ്നേഹമാണ്. ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഇൻപങ്ങൾ
താൽക്കാലികമാണ്. ലോകത്തിൽ കണ്ണിനിൻപമായി തോന്നുന്നത് താൽക്കാലികമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായൊരു മനുഷ്യനും ഏറ്റവും വലിയ ജ്ഞാനിയായി ദൈവത്തിൻ്റെ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ഇസ്രായേലിലെ രാജാവായ മൂന്നാമത്തെ രാജാവായ ദാവീദ് രാജാവിൻ്റെ മകൻ ശലോമോനാണ്. ശലോമോൻ ദൈവസന്നിധിയിലിരുന്ന് ജ്ഞാനം ദൈവത്തോട് ചോദിച്ചു. ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സമ്പത്ത് ചോദിക്കാതെ, ശത്രു സംഹാരം ചോദിക്കാതെ ജ്ഞാനമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ അതും കൂടെ നിനക്ക് തരുന്നു, സമ്പത്തും കൂടെ തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ലോകത്തിലെ എല്ലാ സമ്പത്തും കൊടുത്തു. ദൈവത്തിന് ലോകത്തിലെ സകല ജ്ഞാനവും, ലോകത്തിലെ ഭരണം നന്നായിട്ട് നയിക്കുവാനായിട്ട് ജ്ഞാനവും ശലോമോന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ ജ്ഞാനം പ്രാപിച്ചവൻ വലിയ ധനികനായി തീർന്നു. അവസാനം തനിക്ക് കണ്ണിന് ഇൻപമായി തോന്നിയതെല്ലാം താൻ ലോകത്തിൽ അനുഭവിച്ചു, ഒന്നും മറച്ചു വച്ചില്ല. പക്ഷെ അങ്ങനെ തൻ്റെ ജീവിതത്തെ നഷ്ടമാക്കി അവസാനം ഒരു ദിവസം തൻ്റെ പ്രാണനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ താൻ ആ പ്രാണനെക്കുറിച്ച് പറഞ്ഞു, മായ മായ സകലതും മായ. എൻ്റെ കണ്ണിന് ഇൻപമായി തോന്നിയത് ഞാനൊന്നും മറച്ചു വച്ചില്ല, ഞാൻ അനുഭവിച്ചു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ അസ്തമിച്ചു പോയിരുന്നു. ജീവിതത്തിലെ നിത്യതയെക്കുറിച്ചുള്ള ദർശനം തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നഷ്ടമാക്കരുത്. ഇവിടെ നമുക്ക് ധനികരായി ജീവിക്കാം, ഇഷ്ടംപോലെ സമ്പത്ത് അനുഭവിക്കാം, എല്ലാം താടിമോടികളോടുകൂടെ ജീവിക്കാം. പക്ഷേ നിത്യതയിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചേർന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും വലിയ നഷ്ടത്തിൽ കലാശിക്കും. ആകയാൽ നമുക്ക് ദൈവസന്നിധിയിലെ വചനപ്രകാരം ഒരു നല്ല ജീവിതം ചെയ്യുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? കാരണം ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ്, പെട്ടെന്ന് തീരും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ജീവിതമെന്നാണ് താൻ പറയുന്നത്. ഒരല്പകാലം കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, രാവിലെ വിടർന്നു വരുന്ന ഒരു പുഷ്പം പോലെയും വൈകിട്ട് വാടിപ്പോകുന്ന ഒരു പുഷ്പം പോലെ, രാവിലെ വിടർന്ന് വൈകുന്നേരം കൊഴിഞ്ഞു വാടിപ്പോകുന്ന ഒരു പുഷ്പം പോലെ മനുഷ്യ ജീവിതങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഏറ്റവും മനോഹരമായൊരു ആത്മാവുണ്ട്, ഒരു ജീവൻ. ആ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. അല്ലാതെ മനുഷ്യ ശരീരത്തിനൊന്നും നമ്മളൊക്കെ എത്രയോ മോടി പിടിപ്പിച്ച് എന്തെല്ലാം ചെയ്ത് കൊണ്ട് നടക്കുന്ന ശരീരത്തിനൊന്നും വലിയ വിലയില്ല. ശാസ്ത്രലോകം നമ്മുടെ ശരീരത്തിന് എത്രയാ വില കൽപ്പിച്ചതെന്നറിയാമോ? ചില മാസങ്ങൾക്ക് മുമ്പേ മനോരമ പത്രത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ശാസ്ത്രലോകം എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് കാൽസ്യവും മെഗ്നീഷ്യവും സൾഫേറ്റും അയണും എല്ലാം കൂടെ ചേർത്തിട്ട് അവർ കണക്ക് കൂട്ടി 49,500 രൂപയ്ക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ തൂക്കി വിറ്റ് ഒരു അരസെൻറ്റ് ഭൂമി പോലും മേടിക്കാനുള്ള കാശില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരാത്മാവുണ്ട്. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മുഴുവൻ ലോകത്തെക്കാളും വിലയുള്ളതും ഈ ആത്മാവിൻ്റെ വില മതിക്കുവാൻ പറ്റാത്ത ഒരു വലിയ ആത്മാവ്, ഒരു ജീവൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇത് നിത്യതയിൽ ചെന്ന് ചേരണം. നിത്യതയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകണം. സ്വർഗരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ, ഒരല്ലേ പറഞ്ഞാട്ടെ. പലർക്കും ആഗ്രഹമുണ്ട്, ചിലർക്ക് ആഗ്രഹമില്ലെന്ന് തോന്നുന്നു. പിന്നെ അല്ല, അവിടെ ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, വേറൊരു സ്ഥലത്ത് പോകാൻ നിത്യതയാണ്, അത് പാതാളമാണ്. അവിടെ എന്നും കരച്ചിലാണ്, അവിടെ നിലവിളിയാണ്, വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. അവിടെ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചാൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ല. ഒരിക്കലും ധനവാനെക്കുറിച്ച് യേശു ആ കാര്യം പറഞ്ഞു. അവൻ അവിടെ കിടന്ന് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിലവിളിച്ചിട്ട് പോലും ആ ഒരു തുള്ളി വെള്ളം പോലും അവിടെ ലഭിച്ചില്ല. എന്നാൽ ലോകത്തിൽ നല്ലവനായി ജീവിച്ച ഒരു ലാസർ ഉണ്ടായിരുന്നു. അവൻ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ സന്തോഷിക്കുന്നത് താൻ കണ്ടു. ആയതുപോലെ സ്വർഗരാജ്യത്തിൽ ആ ലാസർ സന്തോഷിച്ചതുപോലെ സന്തോഷമല്ല, അതിനപ്പുറമായൊരു സന്തോഷമുണ്ട്. നമ്മെ ആ സൗഭാഗ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് 2000 വർഷങ്ങൾക്ക് മുൻപായിട്ട് യഹൂദാ ഗോത്രത്തിൽ ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു മരിച്ചതും യേശു അടക്കം ചെയ്യപ്പെട്ടതും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് യേശു ജനിച്ച സുദിനത്തിൽ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു മഹാസന്തോഷം, സകല ജാതികൾക്കും ഉള്ളതായ ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന്
യേശു കർത്താവ് ജനിച്ചിരിക്കുന്നു എന്നൊരു സത്യം. ഞങ്ങളിപ്പോൾ പറയുകയാണ്, ജനിച്ച് മരിച്ചടക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇനി എത്രയും വേഗം വെളിപ്പെടുവാൻ പോകുന്ന എന്നൊരു മഹാസന്തോഷം നിങ്ങളോട് വിളിച്ച് പറയുന്നു. യേശുവിൻ്റെ വരവിൻ്റെ മാറ്റൊലികൾ ശബ്ദം ഇന്ന് മുഴങ്ങി കേൾക്കുന്നു. യേശു ലോകത്തിലായിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് പിന്നെയും വരുമെന്ന് പറഞ്ഞു പോയ യേശു വരുന്നതിൻ്റെ ലക്ഷണം അത് എപ്പോഴായിരിക്കും, എന്നായിരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു ആ ദിവസമൊന്നും പറയാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അതിൻ്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തു. എന്താ ലക്ഷണം എന്നറിയാമോ? ജാതി ജാതിയോട് എതിർക്കും ആ നാളുകളിൽ, രാജ്യം രാജ്യത്തോട് എതിർക്കും, യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ നിങ്ങൾ കേൾക്കും, മഹാവ്യാധികൾ ഉണ്ടാകും. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ കാതുകളിൽ ഈ കാര്യങ്ങൾ കണ്ടും കേട്ടും നാം അനുഭവിച്ചു. അതിൻ്റെ തിക്താനുഭവങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും. അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്നു, യേശു അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. യേശു എത്രയും വേഗത്തിൽ വരുമ്പോൾ യേശുവിനോട് കൂടെ പോയാൽ നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കാം. അതിന് യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ മനുഷ്യവർഗം എന്ന് പറയുന്നത് പാപികളായി തീർന്നു. ആദാമ്യ ലംഘന മുഖാന്തരം പാപികളായി തീർന്ന മനുഷ്യനെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. യേശുവിനെ ദൈവമായിട്ട് ഏറ്റുകൊള്ളുക, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് ചേരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലസ്നാനം സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ചേർക്കപ്പെടുന്നതിന്, അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ നാളിന് വേണ്ടിയുള്ള ഒരു മുദ്രയായിട്ട് 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൻ്റെ സഖിയോൻ മാളികയിൽ പകർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുവാനിടയാകട്ടെ. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാരുടെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ച ജനം, മനുഷ്യരെല്ലാവരും അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് അവരൊരുമിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ദൈവസഭയിൽ കൂടെ ലഭിക്കുന്നു. തൽഫലമായിട്ട് ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കപ്പെടുവാൻ സാധിക്കും. ആ വിശുദ്ധിയിൽ സൂക്ഷിച്ച് വിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധരായി ജീവിക്കുന്ന തൻ്റെ ജനത്തെ ചേർക്കുവാൻ വരുമ്പോൾ നാം എല്ലാവരും കർത്താവിൻ്റെ കാന്തയായി തീരുവാനിടയാകട്ടെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നൊക്കെ താൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധിയോടുകൂടി തന്നെ താൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ കാന്തയെ ചേർക്കുവാൻ യേശു വേഗത്തിൽ വരുന്നു. ആ നാളിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കണ്ണുകളടച്ച് നമുക്കൊന്ന് ധ്യാനിക്കാമോ? നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടാൽ നമ്മുടെ നിത്യത എവിടെ കഴിക്കും? നിത്യരാജ്യത്തിലേക്ക് പോകുവാനിടയാകട്ടെ. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. പോയി സ്ഥലമൊരുക്കിയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ് അരുമനാഥനായ യേശു കർത്താവ് കടന്നു പോയിരിക്കുന്നു. യേശു എത്രയും വേഗം വരും. ആ സുദിനത്തിന് വേണ്ടി, ആ മഹാസന്തോഷ സുദിനത്തിനായി നമുക്ക് ഒരുക്കപ്പെടാം. ആ ദിവസത്തിൽ തേജസ്സുള്ളൊരു കാന്തയെപ്പോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെയും ആ ദിവസത്തിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. യേശു എന്നടിസ്ഥാൻ ആശയാവനീലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവനീലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. വെക്കം മണവാട്ടി ആക്കിടുമെന്നെ അങ്ങ്,
വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെ അങ്ങ് വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ല നീനൊട്ടും വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലതിനൊട്ടും. വീണ്ടും നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ കർത്താവ് ഈ പ്രിയ സഹോദരങ്ങളുടെ വിവാഹത്തെ ഇന്നേ ദിവസം ഇവിടെ വെച്ച് നിശ്ചയിക്കുവാൻ, അത് ഉറപ്പിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഇത്രത്തോളം ദൈവ സാന്നിധ്യത്തില്ല ഈ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്ന് കർത്താവ് തന്നെ പ്രിയപ്പെട്ടവരെ തക്ക സമയത്ത് കൂട്ടിയോജിപ്പിച്ച് അനുഗ്രഹീതമായൊരു കുടുംബജീവിതം നയിപ്പാൻ ശക്തിയും കൃപയും പ്രാപ്തരുമാക്കി തീർക്കണം. അവരെ ഹൃദയമുള്ളവരാക്കി, ഏകാത്മാവുള്ളവരാക്കി കർത്താവ് തൻ്റെ വിശുദ്ധന്മാരിൽ കൂടെ കർത്താവിൻ്റെ കരം തൊട്ട് അനുഗ്രഹിച്ച് അവരെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗത്തിൽ നിത്യമണവാളനായി വെളിപ്പെടും. ആ ദിവസത്തിൽ യേശുവിൻ്റെ കാന്തയായി തീരുവാൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവർക്കും ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാപുത്രൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, രാവിലെ സമയം കർത്താവെ പല സ്ഥലങ്ങളിൽ നിന്നായി ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ തന്നതിനായ സ്തോത്രം. ദൈവാലോചനയിൽ വലിയവരും പ്രവൃത്തിയിൽ ശക്തിയുള്ള ദൈവമായി ഞങ്ങളുടെ മധ്യമുള്ളതിനായ സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ആലോചിച്ച് ഇന്ന് പകൽക്കാലം ഉറപ്പിക്കുവാൻ ദൈവം സഹായിച്ചതിനായ സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നല്ലോ. കർത്താവേ, അക്ഷരീയമായ ഒരു വിവാഹം ഇവിടെ നടക്കുമ്പോൾ ആത്മീയമായ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്നതിനായ സ്തോത്രം. ആ നാളിനായി ഒരുങ്ങുവാൻ എല്ലാവർക്കും അവിടെ ദൈവം സഹായിക്കണമേ. ഈ മാസം 18-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം അവിടെ സഹായിക്കണമേ. ആത്മീയമായ ഭൗമികമായ എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഈ ഇരു കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാണ്ടയാക്കി തീർക്കണമേ. കർത്താവെ, ഇന്ന് പൽക്കാലം കേൾപ്പിച്ചായ നല്ല വചനപ്രകാരം കർത്താവെ കൂടപ്പെട്ട എല്ലാവരും ആത്മമണവാളനായ യേശു വെളിപ്പെടുമ്പോൾ യേശുവിൻ്റെ കാന്തയായി മാറ്റപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, സ്തോത്രം. തുടർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കും. ജയത്തോടെ ഞങ്ങൾ നടത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കാവലും നാം ഏവരോടും സകല വിശുദ്ധ ജനത്തോടും ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടും കർത്താവിൻ്റെ നാൾ വരെയും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. I stand here now with open hands before our God, before our friends. I don't have much to offer you, just a faithful heart that's true. This is the love I'll stand upon. This is the promise I lean on. This is the choice I'll make each day. This is my yes, come what may.
your kindness calm and strong. In simple days and when things go wrong, you've walked beside me patiently, teaching my heart what love should be. This is the love I'll stand upon. This is the promise I lean on. This is the choice I'll make each day. This is my yes, come what may. Life feels heavy when we fall, when words are few and nights are long. I'll choose to listen, choose to stay, and love you in a faithful way. This is the love I'll stand upon. This is the promise I lean on. This is the choice I'll make each day. This is my yes, come what may. So from this day till our last breath, in joy, in tears, in life, in death, with God our guide through all we do, I give my life, my heart to you. This is the love I'll stand upon. This is the promise I lean on. I walk through seasons, search through every space, a silent longing for a missing grace, that in His perfect timing, clear as morning light, He led my heart to you, my love, making all things right. Now we stand together, a promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way. He made you just for me, for this very day. My heart, it recognized the moment our eyes met, a piece of knowing I could never forget. Through every shared dream and every gentle sign, I see His wisdom in this love of mine. Now we stand together, a promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch,
God made you for me, a gift beyond compare, an answer to a prayer, suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way. He made you just for me, for this very day. He made you just for me, for this very day. He made you just for me, for this very day.